നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ് മേൻകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്. നമ്മൾ ഈ റൈറ്റ് ടു ലൈഫ് മെൻഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കേസാണ് മേൻകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. എക്സാമിനാണെങ്കിലും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു കേസ് തന്നെയാണ് മേൻകാ ഗാന്ധീൻ്റെ കേസ്. അപ്പോൾ ആർട്ടിക്കിൾ 21 നമ്മൾ റൈറ്റ് ടു ലൈഫിനെ പറ്റി പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചായിട്ടുള്ള 7 അംഗ ബെഞ്ചാണ് ഇതിൻ്റെ ജഡ്ജ്മെൻറ്റ് കൊണ്ടുവന്നത്. അത് യുനാനിമസ് ആയിരുന്നു. അതായത് 7 പേർക്കും ഒരേ ഒപ്പീനിയനോട് കൂടി വന്ന ഒരു ജഡ്ജ്മെൻറ്റാണ് മേൻകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. മേൻകാ ഗാന്ധിൻ്റെ പാസ്പോർട്ട് റീജിയണൽ പാസ്പോർട്ട് അതോറിറ്റി ഓഫ് ഡൽഹി എന്ത് ചെയ്തു? ഫ്രീസ് ചെയ്തു, അല്ലെങ്കിൽ പിടിച്ചു വെച്ചു. ഇങ്ങനെ പിടിച്ചു വെച്ചതിന് ശേഷം ഒരു നോട്ടീസ് അയക്കുകയാണ്. 1976 ഇഷ്യൂ ചെയ്ത പാസ്പോർട്ട് ഇന്ന് ജൂലൈ 2 തൊട്ട് 1977 ജൂലൈ 2 തൊട്ട് ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നും അത് ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതുമാണ് പറയണത്. അതിൽ ഒരു റീസണും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് പിടിച്ചു വെച്ചതെന്നുള്ള റീസൺ മെൻഷൻ ഉണ്ടായിരുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം, പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസിൽ ഓഡിയോ ഓൾട്ടറും പാർട്ട് ഉണ്ട്, ഹിയർ ദ അതർ സൈഡ് എന്നുള്ളത്. ആ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു മേൻകാ ഗാന്ധിൻ്റെ ഫസ്റ്റ് പ്രശ്നം എന്ന് പറയുന്നത്. അങ്ങനെ മേൻകാ ഗാന്ധി റിറ്റ് പോവുകയാണ് സുപ്രീം കോർട്ടിക്ക്. ആർട്ടിക്കിൾ 32 അണ്ടറിൽ റിറ്റ് പോവുകയാണ്. തൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് വയലേറ്റ് ആയി എന്ന് പറഞ്ഞിട്ട്. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫിനുള്ള വാലിഡിറ്റി കൊടുക്കുന്ന സമയത്ത് ആർട്ടിക്കിൾ 21 ഇൻ്റർ കണക്റ്റഡ് ആണ്. ആ റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ലൈഫായി ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ലൈഫ് വേണമെങ്കിൽ ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റിയും ആർട്ടിക്കിൾ 19 ഫ്രീഡംസ്. ആർട്ടിക്കിൾ 19 ഫ്രീഡമാണെന്ന് നമുക്കറിയാം. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, അസംബ്ലി, അങ്ങനെ അതർ ഫ്രീഡംസ്, അങ്ങനെ എല്ലാ ഫ്രീഡവും കൂടിയത്. അപ്പോൾ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14ഉം 19ഉം കൂടെ ഇൻ്റർ കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് മേനകാ ഗാന്ധിൻ്റെ നെക്സ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ബാക്കി നമ്മൾ പാർട്ട് 2 അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.